അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യുഎഇയിൽ രഹസ്യമായി സന്ദർശനം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ പുകിലുകൾക്ക് കാരണമായിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസ് ഈ സന്ദർശനം സ്ഥിരീകരിച്ചപ്പോൾ യുഎഇ വിദേശകാര്യ മന്ത്രാലയം ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണുണ്ടായത്. എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങളുടെയും രാജ്യാന്തര നിരീക്ഷകരുടെയും റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് 26-ന് യുഎഇയിലെ അൽ ഐൻ നഗരത്തിൽ വച്ച് നെതന്യാഹുവും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമായി. ഈ യുദ്ധസമയത്ത് അതീവ രഹസ്യമായി നെതന്യാഹു യുഎഇയിൽ ഇത്തരമൊരു സന്ദർശനം നടത്തിയതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? ഒന്ന്, വ്യോമ പ്രതിരോധവും അയൺ ഡോം സഖ്യവും തന്നെയാണ്. യുദ്ധസമയത്ത് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിനെ പോലെ തന്നെ യുഎഇയെയും കടുത്ത രീതിയിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യുഎഇയുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അത് പ്രവർത്തിപ്പിക്കാനുള്ള സൈനികരെയും യുഎഇക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചർച്ചകൾക്കായിരുന്നു ഈ സന്ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തേത്, ഇറാനെതിരെയുള്ള സംയുക്ത നീക്കങ്ങൾ തന്നെയാണ്. ഇറാന്റെ സൈനിക താവളങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ആക്രമിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പ്രതിരോധ ഏകോപനവുമായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുമുണ്ട്. മറ്റൊന്ന്, നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളാണ്. ഇസ്രായേലിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ നെതന്യാഹുവിന് ഈ സന്ദർശനം ആവശ്യമായിരുന്നു. തന്റെ രാഷ്ട്രീയ എതിരാളിയായ നഫ്താലി ബെന്നറ്റ് യുഎഇ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അറിഞ്ഞ നെതന്യാഹു അതിനു മുമ്പ് താൻ നടത്തിയ രഹസ്യ സന്ദർശന വിവരം മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് യുഎഇ ഈ സന്ദർശന വിവരം പുറത്തു പറയാൻ മടിക്കുന്നത്? ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സന്ദർശന വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ യുഎഇ വിദേശകാര്യ മന്ത്രാലയം അത് പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രായേലുമായി പരസ്യമായ സൈനിക സഖ്യത്തിലാണെന്ന് പുറത്തറിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ യുഎഇ നേരിടേണ്ടി വരുമെന്നതാണ് ഒന്നാമത്തെ കാരണം. വാർത്ത പുറത്തു വന്നതോടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി യുഎഇക്ക് ഇതിനെതിരെ പരസ്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അറബ് ലോകത്തെ സമ്മർദ്ദമാണ് മറ്റൊരു കാരണം. ഗസയിലും മിഡിൽ ഈസ്റ്റിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ അറബ് ജനതയ്ക്കുള്ള കടുത്ത അമർഷം നിലനിൽക്കുമ്പോൾ നെതന്യാഹുവുമായി പരസ്യമായ ചർച്ചകൾ നടത്തുന്നത് യുഎഇക്ക് നയതന്ത്രപരമായി വലിയ ദോഷം ചെയ്യും. ചുരുക്കത്തിൽ, യുദ്ധകാലത്ത് ഇറാന്റെ ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇസ്രായേലിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളും സൈനിക പിന്തുണയും ഉറപ്പാക്കുക എന്നതായിരുന്നു യുഎഇയുടെ ലക്ഷ്യം. എന്നാൽ ഇത് രഹസ്യമായി വെക്കാൻ യുഎഇ ആഗ്രഹിച്ചപ്പോൾ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നെതന്യാഹു ഇത് പരസ്യമാക്കുകയാണ് ഉണ്ടായത്. ഇനി ബഹ്റൈനിലെ സ്ഥിതിഗതികൾ നോക്കാം. ബഹ്റൈനിൽ നിലവിൽ സിറിയയിലെയോ യമനിലെയോ പോലെ തോക്കുകളും ബോംബുകളും ഉപയോഗിച്ചുള്ള ഒരു സായുധ ആഭ്യന്തര യുദ്ധമില്ല. എന്നാൽ ഭരിക്കുന്ന സുന്നി വിഭാഗവും ഭൂരിപക്ഷമായ ഷിയ ജനവിഭാഗവും തമ്മിൽ കടുത്ത രാഷ്ട്രീയ സാമൂഹിക സംഘർഷങ്ങളും ആഭ്യന്തര അസ്വസ്ഥതകളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ ഷിയ സുന്നി വിഭാഗങ്ങൾക്കിടയിലെ പഴയ ഭിന്നതകളും രാഷ്ട്രീയ അടിച്ചമർത്തലുകളും വീണ്ടും സജീവമായിട്ടുണ്ട്. ഈ ആഭ്യന്തര സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ജനസംഖ്യയും ഭരണാധികാരവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. ബഹ്റൈനിലെ സ്വദേശി ജനസംഖ്യയിൽ ഭൂരിഭാഗവും, അതായത് ഏകദേശം 60-65% ഷിയ മുസ്ലിങ്ങളാണ്. എന്നാൽ രാജ്യം ഭരിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട അൽ ഖലീഫ രാജകുടുംബമാണ്. സൈന്യം, പോലീസ്, ഉയർന്ന സർക്കാർ പദവികൾ എന്നിവയിലെല്ലാം സുന്നി വിഭാഗത്തിന് വലിയ മുൻതൂക്കമുണ്ട്. തങ്ങൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് ഷിയ വിഭാഗത്തിന്റെ പ്രധാന പരാതി.
രണ്ടാമത്തേത് ഇപ്പോഴത്തെ കടുത്ത അടിച്ചമർത്തലുകളാണ്. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ബഹ്റൈൻ സർക്കാർ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇറാൻ അനുകൂല നിലപാടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനും പ്രതിഷേധിച്ചതിനുമായി 200-ലധികം ഷിയ വിശ്വാസികളെ അധികൃതർ അറസ്റ്റ് ചെയ്തതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറസ്റ്റിലായ പലർക്കും ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുണ്ടെന്നും അവർ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നുമാണ് ഗവൺമെന്റിന്റെ വാദം. എന്നാൽ മതപരമായ വ്യക്തിത്വത്തിന്റെ പേരിൽ തങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് അടിച്ചമർത്തുകയാണെന്ന് ഷിയ കൂട്ടായ്മകൾ ആരോപിക്കുന്നുമുണ്ട്. ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. 2011 അറബ് ലോകത്തുണ്ടായ അറബ് വസന്തം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ബഹ്റൈനിലെ ഷിയ ഭൂരിപക്ഷം ജനാധിപത്യ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ തെരുവിലിറങ്ങിയിരുന്നു. എന്നാൽ സുന്നി ഭരണകൂടം സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ സൈനിക സഹായത്തോടെ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി. ഷിയ പ്രതിപക്ഷ പാർട്ടികളെ നിരോധിക്കുകയും അവരുടെ പല നേതാക്കളെയും ജയിലിലടക്കുകയും ചെയ്തു. ഇറാൻ സൗദി നിഴൽ യുദ്ധം ആണ് മറ്റൊരു വിഷയം. ഭൂമിശാസ്ത്രപരമായി സൗദി അറേബ്യക്കും ഇറാന്റെ സ്വാധീന മേഖലകൾക്കും ഇടയിലാണ് ബഹ്റൈൻ സ്ഥിതി ചെയ്യുന്നത്. ബഹ്റൈനിലെ ഷിയ ജനവിഭാഗത്തെ തങ്ങൾക്കെതിരെ തിരിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സുന്നി ഭരണകൂടം വിശ്വസിക്കുന്നു. മറുവശത്ത് ബഹ്റൈൻ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതും അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റിന് താവളമൊരുക്കിയതും ഷിയ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. വിമാനത്താവളങ്ങളോ ബിസിനസ് കേന്ദ്രങ്ങളോ അടച്ചുപൂട്ടുന്ന തരത്തിലുള്ള അക്രമങ്ങളൊന്നും തെരുവുകളിലില്ലെങ്കിലും പ്രക്ഷോഭങ്ങളും അറസ്റ്റുകളും ചില പ്രാദേശികമായ ഷിയ ഗ്രാമങ്ങളിൽ നടക്കുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ബഹ്റൈനിലെ ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു അന്താരാഷ്ട്ര വാർത്താ റിപ്പോർട്ടിന്റെ ലിങ്ക് ഈ കമന്റ് ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും നോക്കാവുന്നതാണ്. സൗദി അറേബ്യക്ക് ഇറാനെതിരെയുള്ള ഈ യുദ്ധത്തിൽ റോളുണ്ടോ? സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഇതുവരെ നേരിട്ടുള്ളൊരു യുദ്ധം ഉണ്ടായിട്ടില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലെ മേധാവിത്വത്തിന് വേണ്ടിയുള്ള കടുത്ത പ്രാദേശിക മത്സരമുണ്ട് എന്നതാണ് സത്യം. ഇതിനെ മിഡിൽ ഈസ്റ്റിലെ ശീതയുദ്ധം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത്. നേരിട്ട് ഏറ്റുമുട്ടിയില്ലെങ്കിലും മറ്റു പല രീതികളിൽ സൗദി അറേബ്യ ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. യമനിലെ ഔദ്യോഗിക ഗവൺമെന്റിനെ അട്ടിമറിച്ച ഹൂത്തി വിമതർക്ക് ഇറാന്റെ പിന്തുണയുണ്ടായിരുന്നു. ഹൂത്തികളെ അടിച്ചമർത്താനും യമൻ സർക്കാരിനെ സഹായിക്കാനുമായി സൗദിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം യമനിൽ വർഷങ്ങളോളം ശക്തമായ വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും നടത്തിയിരുന്നു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭരണകൂടത്തെ ഇറാൻ ശക്തമായി പിന്തുണച്ചപ്പോൾ അസദിനെതിരെയുള്ള വിമത ഗ്രൂപ്പുകൾക്കാണ് സൗദി അറേബ്യ സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകിയത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് മേൽ ഏർപ്പെടുത്തിയ സൈനിക ആണവ ഉപരോധങ്ങളെ സൗദി അറേബ്യ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി മേഖലയ്ക്ക് ഭീഷണിയാണെന്ന് കാണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ സൗദി നയതന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിയതായും പറയുന്നു. 2016 സൗദി അറേബ്യയിൽ ഒരു പ്രമുഖ ഷിയ പണ്ഡിതനെ വധിച്ചതിനെ തുടർന്ന് ഇറാനിലെ സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇതോടെ സൗദി ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നു. ഏറെ നാളത്തെ ശത്രുതയ്ക്ക് ശേഷം 2023 മാർച്ചിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും എംബസികൾ വീണ്ടും തുറക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷാവസ്ഥക്ക് വലിയ കുറവുണ്ടായിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇറാനെതിരെ നിലകൊള്ളുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പലതും ഇത്തവണ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല.